കാക്കയുടെ പോലുണ്ട് അവിടെ പ്രഭുന്റെ ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കുറെ നാളായില്ലേ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. ഇന്ന് ഞാൻ ആക്ച്വലി ലോങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് വന്നൊന്നല്ല. ഐ വാസ് ക്ലീനിങ് മൈ ഹൗസ്. ഇവിടേക്ക് ഇപ്പം ഞങ്ങൾ റീലൊക്കേറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 2-3 months ആയി. അപ്പം എല്ലാതും സെറ്റ് ചെയ്തു, ഫുൾ അറേഞ്ച് ചെയ്തു, എക്സെപ്റ്റ് ഫോർ വൺ റൂം. ഞങ്ങൾ ആ റൂമിൽ പണ്ടത്തെ ഞങ്ങളുടെ സാധനങ്ങളുണ്ട്. പണ്ട് ഞാനും അച്ഛനും അമ്മയും കണ്ണനൊക്കെ ഒരുമിച്ച് നിന്നപ്പോഴത്തെ കുറേ സാധനങ്ങൾ അതിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. പണ്ടത്തെ ഈ കബേർഡ്സും കർട്ടൻസും സാധനങ്ങളൊക്കെ. അപ്പം അത് മൊത്തം ആ റൂമിൽ ഇങ്ങനെ വെച്ചേക്കായിരുന്നു. ഇങ്ങനെ ഫുള്ള് വലിച്ചു വാരി വെച്ചിട്ട് ആ റൂമിൽ ഇങ്ങനെ ഒതുക്കി വെച്ചതാ. അപ്പോൾ സോ ടുഡേ ഐ തോട്ട് ഐ ജസ്റ്റ് ക്ലീൻ ദാറ്റ് റൂം. while I was cleaning it, ഒരു ഡ്രോയറിൽ നിന്ന് I got my hands on something which is like very 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 precious to me. ഏത് പാട്ടൊക്കെ കൊണ്ട് വന്നൊന്നും പറയരുത് കേട്ടോ. all the things inside this is like very precious to me. So I'm very happy seeing all these things, and before that excitement goes, I wanted to document this in a video, and then I wanted to share it with you guys too. So that is the reason why I am doing this video. So ഇതിൽ എന്താന്ന് വെച്ചാൽ ഞാനും കണ്ണനൊക്കെ പണ്ട് യൂസ് ചെയ്യണ്ടായിരുന്ന സാധനങ്ങളായിട്ട് ഒരു 2002 തൊട്ടിട്ടുള്ള കുറച്ച് സാധനങ്ങളായിട്ട് അച്ഛനെ എടുത്ത് വെച്ചത് ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പം എൻ്റെ അമ്മയുടെയും കയ്യിലൊക്കെ ഇട്ടാണെങ്കിൽ ഇതൊക്കെ എപ്പോഴേ പാപ്പരായി പോയേനെ. അച്ഛനായോണ്ടാണ് അച്ഛൻ ഇത്രയും കൊല്ലം എടുത്തു വെച്ചത്. സോ ഇതിൽ എന്താന്ന് ഞാൻ 1 by 1 കാണിച്ചു തരാം കേട്ടോ. ആദ്യമുള്ളത് ഇതെന്റെ പൊന്നിന്റെ കണ്ണന്റെ പണ്ടത്തെ ഒരു കുഞ്ഞ് ടീഷർട്ട്. അത് ഇതിലെന്തോ എഴുതിയിട്ടൊക്കെ ഉണ്ട്. എന്താ ഡെൽസ് ഈസ് സ്മിയർ ദാൻ യു നീഡോ എന്തോ സാധനം. എനിക്കത് എന്താ എഴുതിയേക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. ഒരു സ്കൂട്ടർ ഉണ്ട്, കണ്ട സ്കൂട്ടർ. അപ്പൊ ഇത് ആദ്യത്തെ ഡ്രസ്. അത് കഴിഞ്ഞിട്ട് ഈ സാധനം, ദിസ് ഇസ് ലൈക്ക് മൈ പേഴ്സണൽ ഫേവറേറ്റ്. ഞാൻ കണ്ണനെ കൂടുതൽ കണ്ടിട്ടുള്ളത് ഇട്ടിട്ട് അമ്മ വീട്ടിൽ ഈ കുറുക്കൊക്കെ കൊടുക്കൂലേ, കുറുക്ക് കൊടുക്കുമ്പോഴൊക്കെ മൊത്തം ഈ ഡ്രസ്സായിരുന്നു. കണ്ണന്റെ പണ്ടത്തെ മിക്ക ഫോട്ടോയിലും അവൻ ഇതിട്ടിട്ടിരിക്കില്ലേ. അത് കഴിഞ്ഞിട്ട് ഒരു കോട്ട്, കുഞ്ഞു കോട്ട്. ഇതില്ലേ അമ്മ പണ്ട് ബീച്ചിക്ക് പോയിരുന്നു ഞങ്ങള് കണ്ണിനെ വെയിൽ കൊള്ളിപ്പിക്കാൻ അങ്ങനെയൊക്കെ. അപ്പൊ അമ്മ മിക്കതും അവൻ ഇട്ട് കൊടുക്കണ്ടായിരുന്നതാ. ഇതിട്ടിട്ടും കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ടാവും എന്റെ പണ്ടത്തെ. അപ്പൊ ആ ഒരു മഞ്ഞക്കോട്ട്. പിന്നുള്ളത് എന്റെ മങ്കി ക്യാപ്പ്. മങ്കിക്കൊരു മങ്കി ക്യാപ്പ്. ഇത് ഞാൻ പണ്ട് സ്കൂളിൽ പോകുമ്പോ മങ്കി ക്യാപ്പ്. ഇത് പിന്നെ അമ്മാമ്മ വിസിറ്റിക്ക് വന്നപ്പോ അമ്മാമ്മ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പുറത്ത് തണുപ്പായോണ്ട്. ഇത് പണ്ട് ഏതോ ഒരു കോമ്പറ്റീഷന് വെക്കണ്ടായിരുന്ന വിഗ്. ആ വിഗ് ഇത് ഇപ്പോഴും വെക്കാൻ പറ്റും. ഇതിൽ ക്ലിപ്പും സാധനങ്ങളൊക്കെ ഉണ്ട്. വേണ്ട, മുടി പൊട്ടിപ്പോവും മൊത്തം. കാക്കയുടെ പോലുണ്ട്, വേണ്ട. ഇനി അടുത്തത് വന്നിട്ട് ഇതെന്താ, ഇതൊരു സീഡിയാണ്. ഇത് തട്ടകം അങ്ങനെ എന്തോ പറഞ്ഞ ഒരു പാട്ടിന്റെ സീഡി എന്തോ ഉണ്ട്. അച്ഛന് പാട്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ ഓരോരോ പാട്ടിന്റെ ലളിതഗാനത്തിന് പിന്നെ ഈ ഭക്തിഗാനം അങ്ങനത്തെ ഒക്കെ ഓരോത്തിന്റെ ഒക്കെ സീഡി മേടിച്ചിട്ട് എല്ലാ ഫ്രൈഡേ ഉറക്ക വെക്കും പാട്ട്. അപ്പൊ അങ്ങനെ എന്തിനോ മേടിച്ച സീഡിയാ തോന്നുന്നു, തട്ടകോ അങ്ങനെ എന്തോ. അത് കഴിഞ്ഞിട്ടുള്ളത് ഇതേ രാവണപ്രഭുന്റെ. പിന്നെ ഇത് രാജമാണിക്യം. രാജമാണിക്യം എല്ലാ ഫ്രൈഡേയും ഒരു ചേട്ടൻ വരും സീഡി വിൽക്കാൻ വേണ്ടിട്ട്. അപ്പൊ റിലീസായ സിനിമകളുടെ അപ്പൊ അങ്ങനെ സീഡി വെച്ചിട്ട് കാണില്ലായിരുന്നു പതിവ്. അത് ഈ രാജമാണിക്യവും മറ്റേ രാവണപ്രഭുവിന്റെ ഒക്കെ സീഡി. പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് ആകെ സിനിമ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുള്ള എനിക്ക് തോന്നുന്നു 2020 ഇറങ്ങിയപ്പോ നമ്മളെല്ലാവരും പോയിട്ട് സിനിമ കണ്ടിട്ടുണ്ടായി തിയേറ്ററിൽ പോയിട്ട്. അന്ന് ഞാനും അച്ഛനമ്മ, കണ്ണൻ, വലിയ പാപ്പ, ചേച്ചമ്മ, ഗൗരിക്കുട്ടി, കണ്ണൻ ചിരിച്ചിട്ടുണ്ടാവുമോ? കണ്ണനുണ്ടായിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ശാലിമാമി, രാജമാമൻ, അനന്തു എല്ലാവരും കൂടിയിട്ട് പോയത്. ഞങ്ങൾ ഫുൾ കസിൻസ് ഗ്രൂപ്പും ഫുൾ റിലേറ്റീവ്സ് എല്ലാവരും കൂടിയിട്ട് പോയതാട്ടാ. അപ്പോൾ ദാറ്റ് ഈസ് ദ ഓൺലി ഫിലിം ദാറ്റ് ഐ റിമെമ്പർ ഞങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇതിലുള്ളത് എന്താ, കണ്ണൻ്റെ ഒരു കുഞ്ഞു സോക്സും കൂടി ഉണ്ട്. ഞങ്ങൾ തമ്മിൽ ആക്ച്വലി 9 years ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഞാൻ 3ാം ക്ലാസ്സിന്റെ എക്സാം കഴിഞ്ഞിരിക്കുമ്പോൾ 4ക്ക് പാസ്സാവില്ലേ, ആ സമയത്ത് കണ്ണൻ ജനിച്ചത്. അതും ഐ ആക്ച്വലി പ്രേഡ് ലൈക്ക് ഐ വാണ്ടഡ് എ ബ്രദർ. അന്ന് ഞങ്ങൾ 3ാം ക്ലാസ്സിന്റെ വെക്കേഷൻ കഴിഞ്ഞിട്ട് ശബരിമലയ്ക്ക് പോയിട്ടുണ്ടായി. അപ്പൊ ശബരിമലയ്ക്ക് പോയപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും ഓരോ കാര്യങ്ങളൊക്കെ. സോ ആ സമയത്ത് ഐ ആക്ച്വലി പ്രേഡ് എനിക്കൊരു ബ്രദറല്ല സിബ്ലിംഗ് ആയിരുന്നു. എനിക്ക് ആക്ച്വലി എൽഡർ ബ്രദറിനായിരുന്നു ഇഷ്ടം. ഇപ്പൊ എന്തായാലും കിട്ടില്ലല്ലോ, അതുകൊണ്ട് യങ്ങർ ആണെങ്കിൽ യങ്ങർ. ഐ പ്രേഡ് ഫോർ എ ബ്രദർ. അപ്പൊ ബ്രദറിനെയും കിട്ടി. പിന്നെ ഞാൻ പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നത് റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ട്, 1 to 5 ഉള്ളിൽ റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ട്.
അതും കിട്ടണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ പണ്ട് ഭയങ്കര സാധനമായിരുന്നു. ഞാൻ ഐ ആക്ച്വലി വാണ്ടഡ് ടു ബി, എനിക്ക് ഇടയ്ക്ക് ഇപ്പോഴും എവിടെയോ ഒരു സാധനം ഉണ്ട് എനിക്ക്, ലൈക്ക് എപ്പോഴും ഐ വാണ്ടഡ് ടു ബി ഫസ്റ്റ്, അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഐ പ്രേഡ് ഫോർ ദീസ് 2 things. ഒന്ന് ബ്രദർ അല്ലെങ്കിൽ ഏതെങ്കിലും സിബ്ലിംഗ് ആരെങ്കിലും ഉണ്ടാവാൻ വേണ്ടിയിട്ടും, പിന്നെ റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ടും. ഞാൻ പണ്ട് ഭയങ്കര സാധനമായിരുന്നു. ഞാൻ പണ്ട് ആൾക്കാർ എൻ്റെ കോപ്പി അടിക്കുമ്പോൾ വാട്ട് ഐ വിൽ നോർമലി ഡൂ ഇസ് ലൈക്ക്, ഞാൻ തെറ്റുത്തരം എഴുതി വയ്ക്കും. എന്നിട്ട് അവര് പേപ്പർ കൊടുക്കൂലേ, ലൈക്ക് ടെസ്റ്റ് പേപ്പർ കൊടുക്കൂലേ, അത് കഴിഞ്ഞിട്ട് ഞാൻ മാച്ചിട്ട് കറക്റ്റ് ആൻസർ എഴുതിയിട്ട് കൊടുക്കും. പക്ഷെ ഞാൻ ഹെൽപ്പ് ചെയ്യും, തത്തക്കുട്ടീനെ ഹെൽപ്പ് ചെയ്യും ഞാൻ. തത്തക്കുട്ടി ഈസ് ആക്ച്വലി മൈ കസിൻ, എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോളാട്ടാ. ഷീ ഈസ് ലൈക്ക് my best friend. She was the only one best friend I had in my school days. ഞാനൊരു 8th വരെ ഞാൻ പറഞ്ഞില്ലേ SIS-ലാണ് ഞാൻ പഠിച്ചത് ഷാർജയിൽ. അപ്പം ആ സമയത്ത് എനിക്ക് തത്തക്കുട്ടിയായിരുന്നു എൻ്റെ ഓൾ ഇൻ ഓൾ. ഞങ്ങൾ ഫുൾ ടൈം ഫൈറ്റ് ആണ്, പക്ഷെ ഷി വാസ് മൈ എവറിത്തിങ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. അപ്പോൾ ഞാൻ കൂടുതൽ തത്തക്കുട്ടിയുടെ അടുത്തെല്ലാം പറയില്ല. അത് കഴിഞ്ഞിട്ട് ഗോപിക ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേര് ഒറ്റക്കെട്ടായിരുന്നു. വി ഹാഡ് എ ടീം ഓൾസോ, 3 stars എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഏതോ ഒരു ഹിന്ദി സീരിയൽ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഡബ് ചെയ്യും മലയാളത്തിലേക്ക്. എന്നിട്ട് ഞങ്ങൾ 3 പേര് അതിലത്തെ ലീഡ് ക്യാരക്ടേഴ്സ്. എൻ്റെ പേര് അനുന്നോ അങ്ങനെ എന്തായിരുന്നു, തത്തക്കുട്ടിയുടെ പേര് എന്താ നിങ്ങൾക്ക് ഓർമ്മയില്ല, ഗോപിയുടെ പേര് താരാന്നോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ ഐ ആക്ച്വലി ഡോണ്ട് വാച്ച് ദിസ് ഹിന്ദി സീരിയൽസ് ആൻഡ് ഓൾ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. അപ്പോൾ തത്തക്കുട്ടി കാണുന്നുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും മറ്റേ സിൻഡ്രല്ലയും പോലത്തെ കാർട്ടൂണും ഷേർഷായും മോഗ്ലിയൊക്കെ കണ്ടിട്ടിരിക്കുക. സോ തത്തക്കുട്ടി യൂസ് ടു വാച്ച് ദിസ് കൈൻഡ് ഓഫ് സീരിയൽസ് ആൻഡ് ഓൾ, ആൻഡ് ദെൻ ഷീ യൂസ് ടു ടെൽ us, okay, this is your character, you have to do this. അപ്പോൾ നമ്മൾ ബ്രേക്കിന് ക്യാൻറ്റീൻ്റെ അവിടെ പോയിട്ട് നമ്മൾ ഒരു ക്യാരക്ടർ ഏറ്റെടുക്കും, എന്നിട്ട് വിൽ ടോക്ക് ആൻഡ് വിൽ പെർഫോം ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് മാനർ, ആ ക്യാരക്ടർ ആയ പോലെ. And we were staying in Rolla Tower. I was in 4th floor, Tattoti was in 7th floor, and I think Gopika was in 11th floor. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ബിൽഡിങ്ങിന്റെ താഴെ there was a curtain shop. ഓക്കെ, അപ്പൊ കർട്ടനിൽ ആവശ്യമില്ലാത്ത തുണികളും മറ്റു മുത്തും ബീഡ്സ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ ബീഡ്സും അല്ലാതും they used to throw away. അപ്പൊ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ ഞങ്ങൾ ഓടി പോകും ആ സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആർക്ക് ഏറ്റവും കൂടുതൽ മുത്ത് കിട്ടിയതും അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കും. ആൻഡ് തത്തക്കുട്ടിക്ക് കിട്ടിയാൽ പിന്നെയും കുഴപ്പമില്ല, ഷീ ഈസ് വെരി ക്രിയേറ്റീവ്. അപ്പോൾ തത്തക്കുട്ടി അതുകൊണ്ട് വല്ല മാല ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കീ ചെയിനോ അങ്ങനത്തെ വല്ലതൊക്കെ ഉണ്ടാക്കും. ഞാൻ പൊട്ടാത്ത, എനിക്ക് ഇങ്ങനെ ഇതൊന്നും ഇഷ്ടമില്ല. എനിക്ക് ആ വാശിക്ക് ഏറ്റവും കൂടുതൽ എടുക്കണം എന്നുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ മുത്ത് കിട്ടിക്കഴിഞ്ഞാൽ 2 എണ്ണം കൂടി കംപ്ലൈന്റ് ആയിട്ട് എൻ്റെ വീട്ടിലേക്ക് വരും. അമ്മയുടെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാൻ പറഞ്ഞത് തത്തോട്ടി വന്നിട്ട് പറയും, മാമേ എനിക്ക് ഏറ്റവും കൂടുതൽ മുത്ത് കിട്ടിയത് അത് ചീമോൾ എൻ്റെ ഒക്കെ തട്ടിപ്പറിച്ച് പോയതാന്നൊക്കെ പറയും. അങ്ങനെ കംപ്ലൈന്റ് പറയാൻ വേണ്ടിയിട്ട് തത്തക്കുട്ടി എൻ്റെ വീട്ടിലേക്ക് വരും. ഞാൻ ചിലപ്പോൾ ചേച്ചിമ്മയുടെ 7th ഫ്ലോറിലേക്കും പോകും, തത്തക്കുട്ടി ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. സോ ആക്ച്വലി ഈ ഡബ്ബയുടെ ഉള്ളിൽ ഫുള്ള് ആ മുത്തായിരുന്നു കേട്ടോ. ഈ അച്ഛൻ എന്താ അത് ചെയ്തത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞാൻ ആ മുത്താന്ന് വെച്ചിട്ട് ഇപ്പൊ തുറന്നു നോക്കുന്നത്, ഞാൻ വീഡിയോ എടുക്കുമ്പോ എന്തോ ടൂള് സാധനങ്ങൾ വെച്ചേക്കുന്നതിനുള്ളിൽ. എന്റെ മുത്തും വള്ളിയൊക്കെ എവിടെ പോയമ്മോ, ഇതിന്റെ ഉള്ളിലുണ്ടായിരുന്നതാ. ഇപ്പൊ അച്ഛൻ എവിടേക്കോ അത് മാറ്റി കളഞ്ഞോ കണ്ണായി പറഞ്ഞ് ശരിക്കും. സോ ഞാനത് ഭയങ്കര എക്സ്പെക്ടേഷനിൽ തുറന്ന, പക്ഷെ ഇത് അച്ഛൻ്റെ ടൂൾ സാമഗ്രികളാണ് ഇതിൻ്റെ ഉള്ളിൽ. അത് എനിക്ക് 8th ആയിരുന്നപ്പോൾ ഞാൻ പിന്നെ നാട്ടിക്ക് വന്നു. നാട്ടിക്ക് വന്നപ്പോൾ ദ ഓൺലി ഫ്രണ്ട് ഐ ഹാഡ്, ലൈക്ക് ബെസ്റ്റ് ഫ്രണ്ട്, അതിപ്പോഴും അതുപോലെ തന്നെ പോകുന്നത് കാജലായിട്ട്. എനിക്ക് ആകെ 2 ബെസ്റ്റ് ഫ്രണ്ട്സേ ഉള്ളൂ, ഒരു സിദ്ധു ഉണ്ട്, ഒരു കാജലും ഉണ്ട്. ഇത് രണ്ടും ഐ തിങ്ക് മൈ ഫ്രണ്ട്ഷിപ്പ് ഈസ് ഗോയിങ് കണ്ടിന്യൂയിങ് സിൻസ് ഏജസ് വിത്ത് ദം ഓൺലി ബിക്കോസ് ഓഫ് ദ എഫേർട്ട് ദാറ്റ് ദേ പുട്ടിങ് ഫ്രം ദെയർ സൈഡ്. കാരണം ഞാനൊന്നും മെസ്സേജ് അയച്ചില്ലെങ്കിലും വിളിച്ചില്ലെങ്കിലും അവരെപ്പോഴും ദേ കീപ്പ് ഓൺ ചെക്കിങ് ഓൺ മീ. ഐ നോ ഫോർ എ ഫാക്ട് ദാറ്റ് എനിക്ക് എന്തുണ്ടെങ്കിലും ഐ ക്യാൻ കോൾ ദം ഓർ ടോക്ക് ടു ദം അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. സോ എനിക്ക് ആ ഒരു ബോണ്ടും വൈബും കിട്ടുന്ന ഇവരുടെ 2 പേരുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് ലൈക്ക് 99% ഇറ്റ് ഈസ് ദ എഫേർട്ട് ദാറ്റ് ദേ പുട്ട് ഫ്രം ദെയർ സൈഡ്. പക്ഷെ ഇവിടെ പോയാലും എനിക്ക് ഏതെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. ലൈക്ക് ഐ ഹാവ് ഫ്രണ്ട്സ് ബട്ട് not best friends, not people who are like very close to me. ഇപ്പൊ ഞാനൊരു ഇൻട്രോവേർട്ട് ആയതിന്റെ മെയിൻ പ്രശ്നം, ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തതിന്റെ മെയിൻ പ്രശ്നം ഞാൻ അറിയുന്ന ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ ആൾക്കാരൊന്നും ഇല്ല. എൻ്റെ ചാനൽ തുടങ്ങിയപ്പോൾ ഒരു 40% വോട്ടപ്പോ വന്നത് കണ്ണന്റെ ഫ്രണ്ട്സ് കാരണം. കണ്ണൻ എന്നെ പോലെ ഇല്ല കേട്ടോ, ഈസ് ലൈക്ക് വെരി എക്സ്ട്രോവേർട്ട്. അവന് കുറേ ഫ്രണ്ട്സാണ്, ഇവിടെ നോക്കിയാലും ഫ്രണ്ട്സാണ്. ഞങ്ങൾ ഏത് ലുലുലു പോവാണെങ്കിൽ അവിടെ പോവാണെങ്കിൽ ഇവിടെ പോകില്ല, എവിടെയെങ്കിലും ഒരാളുണ്ടാവും അവന്. അപ്പൊ എവിടെ നോക്കിയാലും ഫ്രണ്ട്സ് അവന്. ഹീസ് ലൈക്ക് കറക്റ്റ് ഓപ്പോസിറ്റ് ടു മീ. അവന്റെ ജാതകത്തിൽ പറഞ്ഞിട്ട് അവനൊരു കൃഷ്ണനാണ്, കുറെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം
അവന്റെ ഫ്രണ്ട്സ് ആയിരുന്നെങ്കിൽ കുറെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ പോയി കിട്ടിയത്. അപ്പോൾ ഐ എം ആക്ച്വലി വെരി താങ്ക്ഫുൾ ടു ഓൾ ഓഫ് ഹിസ് ഫ്രണ്ട്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയ്ക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, കേരള വർമ്മ ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ നമ്മുടെ 10th ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവിടുത്തെ അതിലത്തെ കുറച്ച് ആൾക്കാർ കൊണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ട് തോന്നുന്നു കേട്ടോ. അമ്മയ്ക്കും കണ്ണന്റെ പോലെ തന്നെ കുറേ ഫ്രണ്ട്സ്, ഗ്രൂപ്പ് വന്നേ പിന്നെ കുറേ ഫ്രണ്ട്സായി. പക്ഷെ ഐ എം ഓൾസോ വെരി ഹാപ്പി ടൈ ഗ്രൂപ്പ്സ് വന്നുകൊണ്ട്, ബിക്കോസ് ഷീ ഹാസ് ബിക്കം ലൈക്ക് മോർ ആക്റ്റീവ്, കുറച്ചും കൂടി ഒരു എനർജറ്റിക് ആയിട്ടുണ്ട് അമ്മ. സോ ഐ എം വെരി ഹാപ്പി ദാറ്റ്. ഇപ്പോൾ റീസെൻ്റ്ലി ആണ്, ഐ തിങ്ക് ഒരു 2-3 years ബാക്കാണ് ഇവർ ഗ്രൂപ്പൊക്കെ തുടങ്ങിയത്. സോ അച്ഛനും ഉണ്ട് ഒരു ഗ്രൂപ്പ്, പക്ഷെ ഇത് ഭയങ്കര ഡൾ ഗ്രൂപ്പാണ് തോന്നുന്നു. അമ്മയുടെ ഇസ് ലൈക്ക് വെരി ആക്റ്റീവ് ഗ്രൂപ്പ്. എനിക്ക് അവിടുത്തെ ആൻറ്റീസിനും അങ്കിൾസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരിങ്ങനെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ലൈക്ക് മോസ്റ്റ് ഓഫ് ദം ഹാവ് ബിക്കം ലൈക്ക് അവർ ഓൺ ഫാമിലി ഫ്രണ്ട്സ് ആണ്. അപ്പം അമ്മയ്ക്കും കണ്ണിനും ഇങ്ങനെ ഫ്രണ്ട്സോടെ, ഫ്രണ്ട്സിന് മാത്രം ആരും ഇല്ലാത്തുള്ളൂ. പക്ഷെ ഐ എം ലൈക്ക് വെരി ഹാപ്പി വിത്ത് ദീസ് ടു. ഓക്കെ, കാര്യത്തിനും ഐ എം ലൈക്ക് വെരി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ഗോട്ട് ദം ഇൻ മൈ ലൈഫ്. അപ്പോൾ സോ നൗ കമ്മിങ് ബാക്ക്, ഞാൻ കുറെ ഇവിടേക്കൊക്കെയോ ടോപ്പിക് മാറി സംസാരിച്ചല്ലേ. അടുത്ത സാധനം, ഇതും കണ്ണൻ്റെ എന്തോ ടോയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഈ ബേബി വാക്കർ ഇല്ലേ, ബേബി വാക്കറിന്റെ ഫ്രണ്ടിൽ തന്നെ അവന് കളിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാ. ഇപ്പൊ അമ്മയ്ക്ക് കുറുക്ക് കൊടുക്കുമ്പോ തന്നെ ഇത് കാണിച്ചിട്ട് ഇങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്യില്ല. അപ്പൊ ഇതമ്മയ്ക്ക് അറ്റൻഷൻ പോകുമ്പോ തന്നെ വായ തുറന്ന് കഴിച്ചോളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വെച്ചതാ ഈ 2 അത് കഴിഞ്ഞിട്ട് എന്താ, അവന്റെ പണ്ടത്തെ പാലിമുപ്പി. അത് കഴിഞ്ഞിട്ട് അടുത്ത സാധനം വന്നിട്ട് ഇത് എനിക്ക് തോന്നുന്നു അച്ഛൻ പണ്ട് ചൈനയിൽ എപ്പോഴോ പോയപ്പോ വാങ്ങിച്ചതാ തോന്നുന്നു. എന്തോ ചൈനീസ് തന്നിലും വെച്ച സാധനം പോയിട്ട് എന്റെ പേരും കിട്ടുന്നില്ലല്ലോ. ചോപ്സ്റ്റിക്കാ, ചോപ്സ്റ്റിക് എന്തോ. I don't know how to use this. Do you guys know how to use this? ഞാൻ ഇതുവരെ ഇതുകൊണ്ട് കഴിച്ചിട്ടില്ല. അപ്പൊ ഈ 2 എണ്ണം ഉണ്ട്. ഇതിന്റെ നടുക്കിലൊരു സാധനം ഉണ്ട്, അതെന്താ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ദിസ് ഇസ് ദ തിങ്. ഞാൻ ഇവിടെ കാണിക്കുന്നത്. ദിസ് ഇസ് ദ തിങ്. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഇസ് ആക്ച്വലി. ഇനി അടുത്തത് വന്നിട്ട് ഓക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഇതും കൂടെ ഉള്ളൂ ബാക്കി. So this is the trophy which I got from my school. എനിക്ക് തോന്നുന്നത് സ്പോർട്സ് ഡേക്ക് കിട്ടിയതാട്ടോ. I don't remember for which item I got this, but then ഏത് സ്കൂളിൽ നിന്ന് കിട്ടിയ ട്രോഫീസ്. പണ്ട് കുറെ ട്രോഫി കിട്ടുന്നുണ്ടായിരുന്നു. ഐ യൂസ് ടു ഗോ ടു an institute for dance and music, കൈരളി ആർട്ട് സെന്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ നിന്ന് കുറെ ട്രോഫീസ് കിട്ടലുണ്ട്. ഇത് എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതാട്ടോ. എന്തോ ഒരു സ്പോർട്സ് ഐറ്റത്തിന് വേണ്ടി കിട്ടിയ ട്രോഫീസ്. കഴിഞ്ഞിട്ട് കഥം ഹോഗയ. സോ ഞാൻ വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞ് വലിച്ചു നീട്ടിന്ന് അറിയാൻ. ഐ നോ ദാറ്റ് ദിസ് വാസ് നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് വെരി ഇൻഫോർമേറ്റീവ് വീഡിയോ, സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷെ you know what, all these things actually made me happy today, so I felt I need to share it with you people too. അപ്പൊ അതുകൊണ്ട് ചെയ്തൊരു കുട്ടി വീഡിയോ ആട്ടോ. അപ്പം ഇനി തൊട്ട് ഞാൻ കുറച്ച് ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ചെയ്യാൻ നോക്കാട്ടോ. So if you like the video, then don't forget to like, share and subscribe to the channel. Bye bye.